അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ വലാ യർഹഖു വുജൂഹഹും ഖതറും വലാ ദില്ല. നന്മയുടെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് ഏറെ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. നന്മയുടെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് ഏറെ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. അവരുടെ മുഖങ്ങളിൽ കരിപുരളുകയോ അവരെ നിന്ദ്യത ബാധിക്കുകയോ ഇല്ല. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹാദരണീയരായ വേദിയിലിരിക്കുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഭാരവാഹികളെ, വയനാട് ജില്ലാ ഭാരവാഹികളെ, എൻ്റെ ഏറെ പ്രിയങ്കരായ മക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചിരിക്കൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള, അല്ലാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പഠനമേഖലയിൽ ഏറെ ഉയരങ്ങളിൽ എത്തിക്കൊണ്ട് ഇസ്ലാമിനെ അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഞങ്ങൾ പഠിക്കും എന്ന തീരുമാനത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയരങ്ങളിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തെ മലായിക്കത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സദസ്സാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. വയനാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് അതിരാവിലെ തന്നെ പ്രിയപ്പെട്ട പല ഉമ്മമാരും പല ഇത്താത്തമാരും നിങ്ങളെ വന്ന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ, ഞങ്ങൾക്കൊന്നിച്ചിരുന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ, ഞങ്ങൾക്ക് സെൽഫി കോർണറുകളിൽ നിന്ന് സെൽഫി എടുക്കാൻ, ഞങ്ങൾക്ക് സ്കൂളുകളിൽ, ഞങ്ങളുടെ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കാൾ അപ്പുറം ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരം എന്നതിലുപരി എന്താണ് ഇവിടെ നടക്കാനിരിക്കുന്നത് എന്ന് കൃത്യമായി നോട്ടീസുകളിലൂടെ, പോസ്റ്ററുകളിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘമായി കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കാണുന്ന സമയത്ത്, ഉച്ചയ്ക്ക് മുമ്പ് അത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ഇത്താത്തമാർ അണിനിരന്നുകൊണ്ട് വിളിച്ച ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ ചിലരെങ്കിലും അങ്ങനെയൊരു മുദ്രാവാക്യം ഞങ്ങളും മുഴക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ചിരിക്കുക ഈ ഒരു മുദ്രാവാക്യം ഇവിടെ കേട്ട സമയത്തായിരിക്കാം. പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് ആവശ്യപ്പെടാനുള്ളത്,
ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിൽ പരമകാരുണികനായ നാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ വശമാണ്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു വെക്കാനാണ് ഞാൻ അതിൻ്റെ അർത്ഥം 2 പ്രാവശ്യം പറഞ്ഞത്. നന്മയുടെ മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നന്മയുടെ മാർഗം നമ്മൾ തിരഞ്ഞെടുത്താൽ ഏറെ നന്മകൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം അറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ ജീവിതത്തിലും ലഭിക്കും. പരലോക ജീവിതത്തെക്കുറിച്ച് വിശ്വാസമുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ശാശ്വതമായ ആ ലോകത്തും ലഭിക്കും. ആ നന്മയുടെ പാത പിൻപറ്റിയവർക്ക് ഏറെ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. അവരുടെ മുഖത്ത് കരിപുരളുകയില്ല എന്ന് പറഞ്ഞാൽ അവർ നിന്ദിക്കപ്പെടുകയില്ല, അവർ തരം താഴ്ത്തപ്പെടുകയില്ല. ഉയരങ്ങളിലേക്ക് അവരെ നാഥൻ എത്തിക്കും. അവരിൽ നിന്ദ്യത ബാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ നന്മയുടെ പാതയിലേക്കാണ്. നന്മയിലൂടെ മുന്നേറാനും എന്നെ ഒരു നല്ല കുഞ്ഞായി, നല്ല മകളായി, നല്ല ഒരു പൗരനായി മാറ്റുന്നതിനും, ഒരു യഥാർത്ഥ വിശ്വാസിയായി, എൻ്റെ റബ്ബിന് തൃപ്തിയുള്ള ഒരടിമയായി എന്നെ മാറ്റുന്നതിനും, ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടകാലത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ എവിടേക്കെങ്കിലും എന്നെ വലിച്ചു കൊണ്ടുപോകുന്നതിന് പകരം എൻ്റെ ജീവിതത്തെ എനിക്ക് ലക്ഷ്യത്തിലെത്തിക്കണം. അത് ഇവിടെയും എനിക്ക് അതിൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കണം. ശാശ്വതമായ ലോകത്തും എനിക്ക് ലക്ഷ്യം കരസ്ഥമാക്കാൻ കഴിയണം. എൻ്റെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയുനിൻ, ഞങ്ങളുടെ മക്കളെ കൊണ്ട്, ഇണകളെ കൊണ്ട് ഞങ്ങൾക്ക് ഇനി കൺകുളിർമ നൽകണമേ പടച്ചവനെ. ഞങ്ങൾ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കി തരണമേ പടച്ചവനെ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പൊന്നു മക്കളാവണം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന ആഗ്രഹത്തോടെയാണ് പ്രിയമുള്ളവരെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യത്യസ്ത ക്യാമ്പസുകളിൽ, വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ, വ്യത്യസ്ത മുക്കുമൂലകളിൽ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ രൂപത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം സ്ത്രീ, അടിവരട്ടങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം സ്ത്രീ എന്നത് എപ്പോഴും വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെ ചർച്ചയ്ക്ക് വിധേയമാക്കാറുള്ള ഒരു പൊതുവിഷയമാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ഇത് കഴിയുന്ന സമയത്ത് ചിലതെങ്കിലും കുറിച്ചു വെച്ചുകൊണ്ട് കടന്നു പോകണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങളിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏത് തരത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീ ചർച്ചാ വിഷയമാവുന്നത്. ഒന്നുകിൽ അവൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന ചർച്ചയാവാം. അതല്ലെങ്കിൽ അവളുടെ വേഷവിധാനത്തെ, വസ്ത്രത്തെ ചുറ്റിപ്പറ്റിയാവാം. അതുമല്ലെങ്കിൽ ഇസ്ലാം ചില സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ബഹുഭാര്യത്വം അനുവദിച്ചതിൻ്റെ പേരിൽ, അതിനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഇരകളെ വിവാഹമോചനം ഇസ്ലാം നിർദ്ദേശിച്ചതിന് വിരുദ്ധമായ തലത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണുനീർ പൊഴിക്കുന്ന ഇരകളെ നിരത്തിക്കൊണ്ടാവാം. പ്രിയമുള്ളവരെ, ഇസ്ലാമിക വേഷം ചുരുട്ടിയെറിഞ്ഞാലേ നാം സ്വതന്ത്രരാവൂ. ഇസ്ലാമിക വേഷം ചുരുട്ടിയെറിഞ്ഞാലേ നാം സ്വതന്ത്രരാവൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന സദാചാര ധാർമ്മിക മൂല്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചാലേ നാം രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഇസ്ലാം മുസ്ലിം പെൺകുട്ടിക്ക്, സ്ത്രീക്ക് ചിലത് അവരോട് പറയാനുണ്ട് എന്നതാണ് ഈ സമ്മേളനം
ഇവിടെ സംഘടിപ്പിച്ചതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നെ പ്രിയപ്പെട്ട സഹോദരിമാർ കഴിഞ്ഞ വിഷയങ്ങൾ അവതരിപ്പിച്ച സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അത് എപ്പോഴും മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ച വസ്ത്രത്തിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഞാനും നിങ്ങളും അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഈ വസ്ത്രമാണ് മുസ്ലിം സ്ത്രീയെ യഥാർത്ഥത്തിൽ സ്വതന്ത്രയാക്കുന്നത്. ഏത് മേഖലയും എത്തിപ്പിടിക്കാൻ അവർക്ക് അവസരമൊരുക്കുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക വേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്ന നിയമവശങ്ങളെ, ചിട്ടകളെ അത് ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് ഇസ്ലാമിന് തുടക്കം കുറിച്ച അന്നു മുതൽ ഇന്ന് വരെയും ഉയരങ്ങളിലെത്തിയ, ഉന്നതങ്ങളെ വെട്ടിപ്പിടിച്ച സഹോദരിമാരെ, സ്ത്രീകളെ, വനിതാ രത്നങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ വെക്കുന്നതിലൂടെ ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ലിബറൽ ഇടങ്ങൾ സ്ത്രീയെ പുരുഷനും വിപണികൾക്കും ചൂഷണം ചെയ്യാൻ ഉതകുന്ന വിധം മൈ ബോഡി മൈ ചോയ്സ്, നിങ്ങളിതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ക്യാമ്പസുകളിൽ പഠിക്കുന്ന മക്കൾ, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല, അതിൽ മതത്തിൻ്റെ നിയമങ്ങൾ കടത്തിവിടേണ്ടതില്ല. കൺസെൻ്റാണ് പ്രധാനം, മൊറാലിറ്റിയല്ല. ഇങ്ങനെ പലതും നിരത്തി മതവും വിശ്വാസവും മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയെ പരിഹസിച്ചു തള്ളി ഏത് വൃത്തികെട്ട പ്രവർത്തനങ്ങളും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരായി, പ്രിയമുള്ളവരെ, അതിന് തലവെച്ചു കൊടുക്കുന്നവരായി എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മാറരുതേ എന്നാണ് പ്രാർത്ഥനാ മനസ്സോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സന്ദർഭത്തിൽ ആദ്യമേ ഉണർത്താനുള്ളത്. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച നാഥൻ, അവരുടെ ഉള്ളും പുറവും അറിയുന്ന നാഥൻ, വളരെ വലിയ ലക്ഷ്യത്തോടെ നമ്മെ സൃഷ്ടിച്ചയച്ചപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് രണ്ട് കൂട്ടർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ നമ്മുടെ ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നു. അവ നമ്മൾ പാലിക്കുന്നതിലൂടെ, അത് പാലിച്ചതിലൂടെ എവിടെയെല്ലാം ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച മുസ്ലിം സഹോദരിമാർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്ര താളുകളിലേക്ക് നമുക്ക് കടന്നു നോക്കാൻ സാധ്യമാവേണ്ടതുണ്ട്. പുറത്തിറങ്ങി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ. ഈ സമൂഹത്തെ സ്ത്രീയും പുരുഷനും വിശ്വാസികളും വിശ്വാസിനികളും അവർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോവേണ്ടത് ഏത് കാര്യത്തിലാണ്? സമൂഹത്തിലെ നന്മ കൽപ്പിക്കാൻ, സമൂഹത്തിലെ തിന്മ തടയാൻ. ഈ നന്മ കൽപ്പിക്കാനും തിന്മ തടയാനും സ്ത്രീ പുരുഷ ഭേദമന്യേ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഖലീഫമാരായി നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെങ്കിൽ, ആ പണിയെടുക്കുന്ന സമയത്ത് സ്ത്രീയെയും പുരുഷനെയും അവരുടെ പുറവും ഉള്ളും അവരുടെ വൈകാരികതയും എല്ലാം അറിയുന്ന നാഥൻ അവർക്ക് അതിന് സഹായകമാവുന്ന തരത്തിലുള്ള ചിട്ടവട്ടങ്ങളും വേഷവിധാനങ്ങളും പടച്ച തമ്പുരാൻ തന്നെ നിർദ്ദേശിച്ചു തന്നു. അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ, മുസ്ലിം സ്ത്രീകളുടെ, മുസ്ലിം പെൺകുട്ടികളുടെ വേഷവിധാനത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ വേഷവിധാനം അവർ അവരുടെ മുഖമക്കന മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യവും കൂടി നമ്മുടെ മുമ്പിൽ വെച്ചു. എന്ത് രസമാണത്, ആലോചിച്ച് നോക്കി. പഠിച്ചോ പറയാ നമ്മളോട്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, അവരെ തിരിച്ചറിയാനും അവരെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും. ആലോചിച്ച് നോക്കുക,
ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് നിങ്ങൾ ചിലരെങ്കിലും, അതല്ല ഒട്ടുമിക്ക കുട്ടികളും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ സിനിമാ ലോകത്താണല്ലോ. ആ സിനിമാ ലോകത്ത് നമ്മുടെ സഹോദരിമാർ അവർ അനുഭവിച്ച പ്രയാസങ്ങളെ പുറത്തുവിട്ടപ്പോഴേ അവസാനം അവർ പറഞ്ഞ ഒരു സംഗതിയുണ്ട്, അത് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങളിപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോവാറുള്ളത് ഇസ്ലാമിൽ മഹറമുമായി ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ പോവേണ്ടിടത്ത് മഹറമിനോടൊപ്പം പോവണം എന്ന് പറഞ്ഞതിനെ പകർത്തിക്കൊണ്ട് അവർ പറഞ്ഞത്, ഞങ്ങളുടെ അച്ഛന്മാരുടെ കൂടെയാണ്, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ അത്തരം ഇടങ്ങളിലേക്ക് പോവാറുള്ളത് എന്ന് പറയുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ചൊല്ലി എന്ന് മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, ആ 6-ാം നൂറ്റാണ്ടിൽ റബ്ബിന്റെ ആജ്ഞ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആ ഒരു ചിട്ട പാലിക്കാൻ, നമ്മെ രക്ഷപ്പെടുത്താൻ, ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകാൻ, നമ്മളെ എത്തേണ്ടിടത്ത് എത്താൻ സഹായിക്കുന്ന റബ്ബിന്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മുടെ ശരീരം പിച്ചി ചീന്താനുള്ളതല്ല, നമ്മുടെ ജീവിതത്തെ അവർക്ക് പകർന്നു കൊടുക്കാനുള്ളതല്ല. അതിന് നമ്മെ തടയിടുന്ന തരത്തിൽ നമ്മുടെ സംസാരം, അത് വായ കൊണ്ട് പറയുന്നതാവട്ടെ, ഇന്ന് നമ്മൾ അത് നേരിട്ട് പറയുന്നതാവട്ടെ, ഓൺലൈനിലൂടെ ആവട്ടെ, അത് മെസ്സേജിലൂടെ ആവട്ടെ, വോയിസ് കോളിലൂടെ ആവട്ടെ, വോയിസ് മെസ്സേജിലൂടെ ആവട്ടെ, നമ്മുടെ ടൈപ്പിംഗ് മെസ്സേജിലൂടെ ആവട്ടെ, അല്ലാഹ് പറഞ്ഞു ലാ തഖ്ലൈന ബിൽ ഖൗൽ, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേണായി സംസാരിക്കണം എന്നാണത്. സ്റ്റേണായി എവിടെയും ഒരു പെൺകുട്ടിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക. പ്രിയമുള്ള മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലോചിച്ചു നോക്കുക. ഇത്തരം ശ്രദ്ധയും സൂക്ഷ്മതയും മുസ്ലിം സ്ത്രീകളെ എവിടെയെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്ന് ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സന്ദർഭം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ആലോചിക്കുക, നേരത്തെ ആശംസാ ഭാഷണത്തിൽ സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി 2 സഹോദരിമാരെ കുറിച്ച്, വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സഹോദരിമാരെ കുറിച്ച് മുഴുവൻ വിശ്വാസികൾക്കും ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇമ്രഅത ഫിർഔൻ, അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഫിർഔനിന്റെ പത്നി ആരാണ്? ഫിർഔൻ ഈജിപ്തിലെ ഭരണാധികാരി. നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഫറോവ ചക്രവർത്തി, കൊട്ടാരത്തിലെ റാണിയാണ് ആര്? ആസിയ ബീവി. പക്ഷേ ജനങ്ങളെ, പാവം ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അക്രമിയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ഈ അക്രമി ജനതയോടൊപ്പം ഈ കൊട്ടാരത്തിലെ സുഖാഡംബരങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ടതില്ല എന്ന് യഥാർത്ഥ സത്യവിശ്വാസം ലഭ്യമായതോടുകൂടി ആസിയ ബിവി പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. എന്ത് രസാണത്! സ്വന്തം ഭർത്താവ് നോക്കി നിൽക്കെ ആണി തറച്ചിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഹദ് അഹദ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട്, പടച്ചോനെ, എനിക്ക് ഈ വിശാലമായ സുഖസുന്ദരമായ കൊട്ടാരം എനിക്കാവശ്യമില്ല, ഇവിടെയുള്ള ആടയാഭരണങ്ങൾ എനിക്കാവശ്യമില്ല, നിന്റെ ആ സ്വർഗത്തിൽ എനിക്കൊരു ഭവനം നീ നിർമ്മിച്ചു തരണമേ പടച്ചവനെ എന്ന് പറഞ്ഞ ആസിയ ബീവിയെ ചാരിത്രം കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഈസാ നബി അലൈഹിസ്സലാമക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി പരീക്ഷണത്തിൽ വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച മറിയം ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉദാഹരിക്കുന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. അവിടെ നിന്ന് തുടങ്ങുകയാണ് പടച്ച തമ്പുരാൻ സ്ത്രീയെ ഏറെ ഇസ്സത്തുള്ളവളായാണ് കണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ തരം താഴ്ത്തപ്പെട്ടവരല്ല ഞാനും നിങ്ങളും. അഭിമാനത്തോടെ മറ്റുള്ളവർ മുസ്ലിം പെൺകുട്ടിയെ അവരുടെ വേഷവിധാനത്തെ തൊട്ടോ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ ക്യാമ്പസിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആർജവത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടി ഉദാഹരിച്ചിരിക്കുന്നത് 2 സ്ത്രീകളെയാണ് എന്ന് ഒന്നാലോചിക്കുക. അതേപോലെ മർദ്ദക ഭരണം കാഴ്ചവെച്ച
അക്രമിയായ ഇണയോടൊപ്പം കൊട്ടാരത്തിൽ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിലേക്കാൾ എനിക്കാ ശാശ്വതമായ വിജയം ആഗ്രഹിച്ച ആസിയ ബിവിയെ ജീവിതത്തിൽ മാതൃകയാക്കാനും മറിയം ബിവിയെ ജീവിതത്തിൽ മാതൃകയാക്കാനും പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കണം, വിശുദ്ധ ഖുർആനിൽ ഹൗല ബിൻത് സാലബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വേവലാതി കേട്ടിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയ തുടക്കം കുറിച്ചൊരു സൂറത്തുണ്ട്. കേട്ടിട്ടുണ്ടാരെങ്കിലും? ഇല്ല. ഇനി കേൾക്കണം. ഇനി എവിടെയെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയണം എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്. സൂറത്തുൽ മുജാദില അല്ലെങ്കിൽ മുജാദല എന്നാണ് സൂറത്തിൻ്റെ പേര്. ഒരു സ്ത്രീയെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് തൻ്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തൊന്നും പ്രയോഗം. അറബികൾക്കുണ്ടായിരുന്ന ഒരു ശീലാണ്, ഇനി എൻ്റെ ഉമ്മനെ പോലെയാണ് എനിക്ക് എന്ന് ഭാര്യനോടാണ് പറയുക. അതോടുകൂടിയിട്ട് ഭാര്യയോടുള്ള ഒരു ബന്ധവും പിന്നെ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്ക് കുറേ കുഞ്ഞുമക്കളാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലാതെ ഒരു ഉമ്മയെപ്പോലെ അവിടെ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനോട് ആ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്ന് വേവലാതിപ്പെട്ട് കരഞ്ഞു പറയാ, ഞാൻ എന്താ കാട്ടു പഠിച്ചോനെ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞാളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. പ്രവാചകൻ അപ്പോഴും ഇതിന് മറുപടി കൊടുക്കാൻ കിട്ടണില്ല. ആ സമയത്ത് വഹി ഇറങ്ങിയതാണ്. ഹൗല റളിയല്ലാഹു അൻഹ, താങ്കളോട് സങ്കടം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം നാം കേട്ടിരിക്കുന്നു എന്ന് റബ്ബ് ആകാശത്തിന് നിങ്ങോട്ട് വിളിച്ച് പറയാം. ഒരു പുരുഷനെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു നമുക്ക് ഏറെ ഇസ്സത്തുള്ളവരായിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്, നമ്മെ ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മെ പരിഗണിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വളർന്നു വന്നവരാണ് ആ വിശുദ്ധ ഖുർആനിന്റെ ആളുകളായിട്ട്, പ്രവാചകന്റെ സുന്നത്തിന്റെ ആളുകളായിട്ട്, പ്രവാചകന്റെ കാലത്ത് ജീവിച്ച പ്രവാചക പത്നിമാരും സ്വഹാബി വനിതകളും അവരുടെ ജീവിതത്തെ എവിടെയെല്ലാം വരച്ചിടാൻ, അവർക്ക് മാതൃക കാണിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീവിയെ നമുക്കറിയാം. നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് കേൾക്കാൻ കഴിയും, എന്തു പ്രവാചകനാങ്ങളത്, കുറേ പെണ്ണും കെട്ടിയിട്ട് അങ്ങനെ നടന്ന മനുഷ്യനല്ലേ? മാസല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിവാഹത്തെക്കുറിച്ചും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചത് 40 വയസ്സുള്ള ഖദീജ ബീവിയെ. ആലോചിച്ച് നോക്കണം നമ്മൾ. പ്രവാചകൻ സൗന്ദര്യമില്ലായിട്ടാ? പ്രവാചകൻ അൽ-അമീൻ എന്ന് വിളിച്ച അദ്ദേഹത്തിന് നല്ലൊരു ചെറുപ്പക്കാരിയെ കിട്ടാഞ്ഞിട്ടാ? അള്ളാഹിൻ്റെ തീരുമാനമാണ്. അദ്ദേഹം ഒരു പ്രവാചകനാവാനിരിക്കുകയാണ്. കുറേ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് അനുഭവിക്കാനുണ്ട്, പല പരീക്ഷണങ്ങളും തരണം ചെയ്യാനുണ്ട്. അതിന് നല്ല യുക്തിയും ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ഒരു പത്നിയെ വേണം. അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം നടന്നു. വലിയ കച്ചവടക്കാരിയായിരുന്നു. ആലോചിക്കണം, ഖദീജ ബീവി വലിയ സമ്പന്നയായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ സമ്പത്ത് മുഴുവനും ഇസ്ലാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിട്ടുകൊടുത്ത മഹൽ വ്യക്തിത്വമാണ് പ്രിയമുള്ള മക്കളെ ഖദീജ ബീവി എന്ന് പറയുന്നത്. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് വരുന്ന സമയത്ത് എന്തിനെപ്പോ ഒരു കാര്യമില്ലാതെ ആ ഹിറാ ഗുഹന്റെ മേലെ പോയി കയറി കുത്തിരുന്നത്? എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറയല്ലോ ഖദീജ ബീവി ചെയ്തത്. ജമ്മിലൂനി, എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അണഞ്ഞ് കൂട്ടിപ്പിടിച്ച് കിടത്തി പുതപ്പിച്ചു കൊടുത്ത് ക്ഷീണം വിറ മാറിയതിന് ശേഷം കാര്യം അന്വേഷിച്ച് ഉടനെ കൊണ്ടുപോവാണ് തൻ്റെ പണ്ഡിതനായ അമ്മാവനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി, താങ്കളൊരു പ്രവാചകനാവാൻ അള്ളാഹ് നിശ്ചയിച്ചതാണ് എന്ന് പറയുന്നതോടുകൂടി ആദ്യം വിശ്വസിച്ചത് സുബ്ഹാനല്ലാഹ് ആരാ? ഖദീജ ബീവിയാണ്. ഇസ്ലാമിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്, ഒരു പുരുഷനല്ല. ആലോചിക്കണം ഖദീജ ബീവിയുടെ ജീവിതം. അതുമാത്രം ഒരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാനുണ്ടാവും. ആലോചിച്ച് നോക്കണം, ഹുദൈബിയ സന്ധി ഘട്ടത്തിൽ പ്രവാചകരോടൊപ്പം ഓരോ യുദ്ധസമയത്തും ഓരോ യാത്രാ സമയത്തും പ്രിയപ്പെട്ട പത്നിമാരെ കൂടി കൊണ്ടുപോയത് ഓരോ സന്ദർഭത്തിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാനാണ് എന്ന് പറയുമ്പോഴാണ് സ്ത്രീകളെ സമൂഹത്തിൽ പണിയെടുക്കുന്നവരാക്കി മാറ്റാൻ, സമൂഹത്തിൽ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാക്കി സ്ത്രീകൾക്കിടയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പത്നിമാരെ വാർത്തെടുത്തതിൻ്റെ ചിത്രം നമുക്ക് പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. ഹുദൈബിയ സന്ധി അവിടെ മക്കക്കാരാണ് കടത്തൂല, ഇഹ്റാമൊക്കെ കെട്ടിപ്പോയി.
അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കടത്തൂല. അവസാന സന്ധിയായി, നിങ്ങൾ തൽക്കാലം ഇക്കൊല്ലം തിരിച്ചു പോകണം, ഖുറൈശികൾക്ക് ഒരഭിമാനം കാക്കണം. അപ്പോൾ അതിന് സന്ധി ഉണ്ടാക്കിയതാണ് ഹുദൈബിയ സന്ധി. അടുത്ത വർഷം നിങ്ങൾക്ക് ഉംറ നിർവഹിക്കാൻ വരാം. ആയുധമില്ലാതെയാണ് പോയത്. പക്ഷേ സ്വഹാബികൾ, പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ശൂര ആയിട്ടുള്ള അവർ സമ്മതിച്ചില്ല. ഇഹ്റാം നിന്ന് ഉംറ ചെയ്യാതെ പിരിഞ്ഞു പോരേ, ഞങ്ങൾ പോവില്ല. പ്രവാചകൻ കുടുങ്ങി. അള്ളാഹിൻ്റെ കൽപ്പനയാണ് പിരിഞ്ഞു പോകണമെന്ന്. സന്ധിയിൽ ഒപ്പുവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻറ്റിലേക്ക് നിരാശനായിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വഹാബികളെ ഇഹ്റാമിൽ നിന്ന് പിൻവലിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന സങ്കടത്തോടെ ടെൻറ്റിലേക്ക് ചെന്നപ്പോൾ പ്രിയപ്പെട്ട പത്നി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ആലോചിക്കണം, ഒരു സ്ത്രീയുടെ വാക്ക് അത് പരിഗണിക്കാൻ പറ്റൂല എന്ന് പറയും ചില മനുഷ്യന്മാർ. നമുക്ക് മാതൃക പ്രവാചകനാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉടനെ പ്രവാചകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാൻ, പ്രവാചകരെ താങ്കൾ പ്രയാസപ്പെടണ്ട, താങ്കൾ അങ്ങോട്ട് തഹ്ലുലായിക്കാളി, മുടി അങ്ങോട്ട് വടിക്കാൻ, മുടി വടിക്കലാണല്ലോ, താങ്കൾ അങ്ങോട്ട് തഹ്ലുലായിക്കാളി, എന്നാൽ ബാക്കിയുള്ളവരൊക്കെ അത് അങ്ങോട്ട് മാതൃകയാക്കിക്കൊള്ളും. അത് ശരിയാലേ, എന്ന് ആലോചിച്ച് നോക്കി, ആരാണത്? ഉടനെ തിരിച്ചു പോവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പ്രവാചകനോട് തഹ്ലുലായി. അപ്പം എല്ലാവരും ഇങ്ങോട്ട് തഹ്ലുലായി. ആരെ നിർദ്ദേശമാണ് ഇത്രയും സന്നിഗ്ധമായൊരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റവരെ കുറിച്ചൊക്കെ പറയാനായിട്ട് നമുക്ക് സമയമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ, എന്തിനാണ് പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ, ആ നല്ല ബുദ്ധിമതിയായ നല്ല ധൈര്യവതിയായ ആയിഷ ബീവിയെ ചെറുപ്രായത്തിൽ, പ്രവാചകൻ്റെ പത്നിയായാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂല, അവർ വിധവകളായാലും അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, അവർക്ക് വേറെ വിവാഹം കഴിക്കാൻ പറ്റൂല. 46 വർഷത്തോളം പ്രവാചകൻ്റെ മരണശേഷവും ആയിഷ ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതം, രഹസ്യ ജീവിതമടക്കം മാതൃക മുഴു ലോകത്തിനും, ലോകം അവസാനിക്കുന്നത് വരെയുള്ള ഓരോ മനുഷ്യനും മാതൃക കിട്ടാൻ വേണ്ടി ഒരു സഹോദരിയെ ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന മാതൃകയായി നിലനിർത്താനാണ് പ്രിയമുള്ളവരെ ആയിഷ ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. എത്രയെത്ര പാഠങ്ങൾ ഇതിലൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? ഒരൊറ്റ സ്വഹാബിയുമല്ല, ആയിഷ ബീവിയാണ്. ഇതാണ് ഈ അർത്ഥത്തിൽ ഇവർക്കതിന് എന്തുകൊണ്ട് സാധിച്ചു? ആ രൂപത്തിൽ പഠിക്കാനും ചിന്തിക്കാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കണം, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയണം. ഭൗതികമായി ഏറെ ഉയരങ്ങളിലെത്തുമ്പോഴും നമുക്ക് നമ്മളാക്കാൻ സാധിക്കുന്ന തരത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ദീനി അറിവ്, ചരിത്രത്തിലെ വസ്തുതകൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിച്ചാലേ സാധ്യമാവൂ എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾക്കറിയാം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രിയപുത്രിയായിരുന്നു ആയിഷ ബീവി, അല്ലേ? ആയിഷ ബീവിയുടെ തന്നെ സഹോദരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൗർ ഗുഹയിൽ മദ്രസയിൽ പഠിച്ചപ്പോൾ സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് ഹിജ്റ പോവാൻ വേണ്ടി ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞപ്പോഴേ അവർ അന്ധരായി കൊല്ലാൻ നിന്ന ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് സൗർ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുന്ന സമയത്ത് മുഴുവൻ രഹസ്യവും അത്രമാത്രം സൂക്ഷിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ ആ 3 ദിവസവും ആ സൗർ ഗുഹ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും ആ കാലത്തോടെ കയറിയിട്ടുണ്ടാവുക. ഒരാളുടെയും കണ്ണിൽ പെടാതെ ഭക്ഷണം എത്തിച്ചു കൊടുത്ത അസ്മാ റളിയല്ലാഹു അൻഹയെ പല രൂപത്തിലും അടിച്ചു നോക്കി അവർ. എവിടെയാണ് മുഹമ്മദ് നബിയും തൻ്റെ പിതാവും ഉള്ളത് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് കാമ്പാൻ വേണ്ടിയില്ല. നമ്മൾ പറയുന്നത് സ്ത്രീകളാണ്, രഹസ്യം സൂക്ഷിക്കാൻ പറ്റൂല, പഠിപ്പിച്ചു തരാണ്. സ്ത്രീകൾക്ക് അവർ ഈമാനുള്ളവരാണെങ്കിൽ ഏത് രഹസ്യവും സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കും എന്ന് അസ്മായിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആ അസ്മാ റളിയല്ലാഹു അൻഹ അവസാനം അവർക്ക് മദീനയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം കൊണ്ടുപോയ സമയത്ത് ആ ഒട്ടകപ്പുറത്ത് കെട്ടാൻ കയറില്ല. എന്താ കെട്ടിയത്? അവിടെ ഹിക്മത്ത് പ്രയോഗിക്കുകയാണ്. അരയിൽ മുണ്ട് മുറുക്കി കെട്ടിയ ചരട് കയറിങ്ങിട്ട് അയക്കുകയാണ്. എന്നിട്ട് അത് രണ്ടാക്കി കീറി. ആ രണ്ടാക്കി കീറിയിട്ട് ഒരു കെട്ടുകൊണ്ട് ഒരു ഭാഗം കൊണ്ട് അരയിലെ മുണ്ട് കെട്ടി, ഒരു ഭാഗം കൊണ്ട് ഒട്ടകപ്പുറത്ത് ഭക്ഷണം കെട്ടി. അവിടെ പേര് കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളെ അസ്മാ, സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ വിളിക്കുക ദാത്തുൻ നിതാഖത്തൈൻ, ഇരട്ടപ്പട്ടക്കാരി, നിതാഖൈൻ എന്ന് നിങ്ങളെ വിളിക്കും, ഇരട്ടപ്പട്ടക്കാരി എന്ന് നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞ അസ്മാ റളിയല്ലാഹു അൻഹ. പിന്നീട് നമുക്കറിയാം
തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ജന്മം നൽകിയ മാതാവായി. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മർദ്ദക ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയുധമെടുത്ത് പൊരുതുന്ന സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തും സ്വന്തം മകനെ പോവുമോനെ പടക്കളത്തിലേക്ക്, നീ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ നീ രക്തസാക്ഷിയാവൂ. ആരാ പറയണത്? 100 വയസ്സായ ഉമ്മക്ക് ആകെയുള്ള ഒരു മകൻ. ആ മകനെ പറഞ്ഞേക്കുകയാണ്, നീ സത്യത്തിന്റെ വക്താവായിട്ടാണ് പൊരുതുന്നതെങ്കിൽ നീ ഷഹീദാവൂ. ഇവിടെ നിന്ന് കിടക്കുന്ന കട്ടിലിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മോനെ ഉത്തമം അതാണ് എന്ന് തന്നെ പരിചരിക്കാനുള്ള ഏക മകനെ പറഞ്ഞയക്കാൻ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുള്ള ആ ഈമാനികമായ ആവേശമാണ് പ്രിയപ്പെട്ട മക്കളെ. യഥാർത്ഥ ദീനറിഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും ഇസ്ലാം നമുക്ക് കനിഞ്ഞു തരുന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. ഞാൻ ഓടിച്ചു പോവുകയാണ്. സുമയ്യ റളിയല്ലാഹു അൻഹയാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി, ഒരു പുരുഷനല്ല. സുമയ്യ റളിയല്ലാഹു അൻഹയെ അവരെ കുന്തം കൊണ്ട് കുത്തി അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു സംഗതിയുണ്ട്, നിന്റെ കുന്തത്തിന്റെ മുമ്പിൽ പാളിപ്പോകുന്നതല്ല എൻ്റെ വിശ്വാസം അബൂ ഹുദൈഫ എന്ന് തൻ്റെ യജമാനനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ ആ സുമയ്യ റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് അവർക്ക് പറയാൻ സാധിച്ചു? വിശ്വാസത്തിൻ്റെ ആർജവമാണ് പ്രിയമുള്ളവരെ നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഹൻസ റളിയല്ലാഹു അൻഹയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കവയിത്രിയാണ് അവർ അവരുടെ വിശ്വാസിയാവുന്നതിന് മുമ്പ് 2 സഹോദരങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ വിലാപ കാവ്യങ്ങൾ ആലപിച്ചുകൊണ്ട് തെരുവിലൂടെ അലഞ്ഞു നടന്നൊരു സ്ത്രീ. പക്ഷെ വിശ്വാസം ലഭ്യമായതിനു ശേഷം ഖാദിസിയ യുദ്ധത്തിൽ 4 മക്കളും മരിച്ചപ്പോൾ അൽഹംദുലില്ലാ 4 രക്തസാക്ഷികളുടെ മാതാവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയാൻ അവർക്ക് സാധിച്ചത്, ഹൻസ റളിയല്ലാഹു അൻഹയ്ക്ക് സാധിച്ചത് വിശ്വാസത്തിൻ്റെ മൂർച്ചയാണ്. ആ മൂർച്ചയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഫലസ്തീനിലെ സഹോദരിമാർ ഈ അനുഭവ പാഠങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ പാഠങ്ങളാണ് പട്ടിണി കടന്ന് അവരെ ആ രൂപത്തിൽ കൊന്നൊടുക്കിയിട്ടും വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തുകൊണ്ട് ഞങ്ങളുടെ പട്ടിണിയുടെ കാഠിന്യത്തെ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പ്രിയപ്പെട്ട ഉമ്മമാരും അവർ വളർത്തിയെടുത്ത നിങ്ങളെപ്പോലുള്ള കുഞ്ഞു മക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങൾ 6 വയസ്സുള്ള ആ മോളെ നിങ്ങളുടെ കണ്ണിൽ കാണുന്നുണ്ടാവും അല്ലേ? 6 വയസ്സുള്ള മോള്, അവള് ഉമ്മക്ക് വസിയത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഉമ്മ, പറക്കുന്ന തോക്കുകൾ എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഉമ്മ, എൻ്റെ ഇന്ന കളിപ്പാട്ടം, ഇന്ന വസ്ത്രം, ഇന്ന സാധനം എൻ്റെ ഇന്ന കൂട്ടുകാരിക്ക്, ഇന്ന കുടുംബക്കാരിക്ക്, ഇന്നോർക്ക് നിങ്ങൾ കൊടുക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് വസിയത്ത് എഴുതി കൊടുക്കാൻ ഇന്നും ആ അർത്ഥത്തിൽ ഖുദ്സിനെ മോചിപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇവിടെ നിന്ന് മുഴക്കിയ മുദ്രാവാക്യം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആ മുദ്രാവാക്യത്തിലൊക്കെ പറഞ്ഞ സഹോദരിമാർക്ക് ആർജവം നൽകുന്നത് ഇസ്ലാമിനെ അതിൻ്റെ തനിമയോടെ മനസ്സിലാക്കിയ ആദർശധീര പോരാളികളായ വിശുദ്ധ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിച്ച ആ കാലഘട്ടത്തിലെയും ഏത് കാലഘട്ടത്തിലെയും പ്രിയപ്പെട്ടവരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി യുദ്ധരംഗത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിലോ മാത്രമല്ല സഹോദരിമാർ രംഗത്തുണ്ടായിരുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും അവർ പ്രവാചകൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ആയിഷ ബീവിയുടെ അടുക്കലാണ് പോകും. ഒരു ഉദാഹരണം പറയാം. അൻസ്വാരി സഹാബി വനിതയായ അസ്മാ ബിൻത് യസീദ്, ഇവർ ഒരുമിച്ച് സ്ത്രീകളെല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, പ്രവാചകൻ്റെ അടുക്കലൊന്ന് പോയിട്ട് ചോദിക്കാം നമുക്ക്. ആണുങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന് പോണവർ ഇങ്ങനെ ജുമാക്ക് പോകണം, മറ്റ് പരിപാടികൾക്ക് സംഗതികൾക്കൊക്കെ അവരെങ്ങനെ പോകണം, നമ്മളും അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ നോക്കി നമ്മളിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പ്രതിഫലമൊക്കെ ഓരെങ്ങനെ കൊണ്ടുപോകൂലേ? പ്രവാചകരെ, ഞാൻ ഈ സ്ത്രീകളുടെ മൊത്തം പ്രതിനിധിയായിട്ടാണ് താങ്കളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് ഇതിങ്ങോട്ട് ഓരോന്നും വിശദീകരിച്ച് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേ ആലോചിച്ചു, ആരെ മുമ്പിലാണ് പോയിട്ട് ചോദിക്കുന്നത്? എന്താണ് അതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്? നമുക്കറിയാനുള്ളത്, പഠിക്കാനുള്ളത് ആരുടെ മുമ്പിൽ പോയും ധൈര്യപൂർവം നിങ്ങൾ ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തണം എന്നുള്ള പാഠം, വലിയ പാഠം തരാണ്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പറച്ചിലുണ്ട് തൊട്ടടുത്തിരിക്കുന്ന സഹാബിയോട്, ഇവരെ പോലെ കാര്യങ്ങൾ ചോദിച്ചന്വേഷിച്ചറിയുന്ന ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് സ്ത്രീ.
അതാണ് മുസ്ലിം സ്ത്രീ. അത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമുക്കെവിടെയും ശങ്കിച്ചു നിൽക്കേണ്ടതില്ല എന്ന വസ്തുത നമ്മെ പഠിപ്പിക്കുകയാണ്. അസ്മാ തൂബ എന്ന് പറയുന്ന ഒരു ഫലസ്തീനി കവയിത്രിയുണ്ട്. കഥാകൃത്താണ് അവര്, കവയിത്രിയാണ് അവര്, ഗ്രന്ഥകാരിയാണ് അവര്. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടിയ ഒരു വലിയ പണ്ഡിതയായ ഒരു വ്യക്തിത്വമാണ് അവര്. വിവാഹാനന്തരം ഇത് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭർത്താവ് 2 വർഷം ഈ എല്ലാ അറിവുമുള്ള ഈ സഹോദരിയെ 2 വർഷം ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടാക്കി. സ്വന്തം പ്രിയതമൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി. അതോടുകൂടിയിട്ട് വിവിധ ഭാഷയിൽ വിശുദ്ധ ഖുർആനിനെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പണ്ഡിതയായിട്ട് അസ്മാ തൂബ മാറിയ ചിത്രം ഫലസ്തീനിലെ ഈ കഥകളിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രവാചകന്റെയും ഖുലഫാ ഉർ റാഷിദീങ്ങളുടെയും കാലത്ത്, അമവിയ അബ്ബാസിയ ഭരണകാലഘട്ടങ്ങളിൽ എല്ലാ മേഖലകളിലും എടുത്തു നിൽക്കുന്ന സ്ത്രീകളെ, സ്ത്രീരത്നങ്ങളെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ചുരുങ്ങിയ സമയം ഇതെല്ലാം വിശദീകരിക്കാനുള്ളതല്ല. ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഇതാണല്ലേ ഇസ്ലാമിലെ സ്ത്രീ. ഇങ്ങനെയൊക്കെ അള്ളാഹു നമുക്ക് അവർക്ക് വകവെച്ച് തന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ഏത് കാലത്തും പുരുഷന്മാരെ കവച്ചു കടക്കുന്ന തരത്തിൽ ധാരാളം സംഭാവനകൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, വിജ്ഞാനത്തിലൂടെ, കഴിവുകളിലൂടെ സമർപ്പിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിലൂടെയൊക്കെ കാണാൻ സാധിക്കും. ഉമവി കാലത്തെ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. അസ്സാ ബിൻത് ഹുമൈൽ കൊട്ടാരത്തിലെ സ്ത്രീകളെ സാഹിത്യം പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച മഹദിയാണ് അവർ. സാഹിത്യകാരി. എങ്ങനെ അവർക്ക് സാഹിത്യകാരിയാവാൻ സാധിച്ചു? ആയിഷ ബിൻത് അബ്ദുൽ ലത്തീഫ് ഹദീസ് പണ്ഡിതയും ചരിത്രകാരിയുമായ അവർ. ആയിഷ അബ്ദുറഹ്മാൻ ഈജിപ്തിൽ ജനിച്ച ഖുർആൻ വ്യാഖ്യാതാവായ, യൂണിവേഴ്സിറ്റി പ്രൊഫസറായ, പ്രശസ്ത കോളമിസ്റ്റായ, സാഹിത്യ നിരൂപകയായ, 1950 ഡോക്ടറേറ്റ് ലഭിച്ച, 60-ൽ പരം കൃതികൾ രചിച്ച, 1993 കിങ് ഫൈസൽ അവാർഡ് നേടിയ, പൂർണ്ണ ഇസ്ലാമിക വേഷത്തോടെ ഏത് രംഗവും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ സാധ്യമായ ഒരു മഹൽ വ്യക്തിത്വം. ഇങ്ങനെ കുറേ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, സ്വന്തം കൈപ്പടയിൽ മുസ്ഹഫുകൾ തയ്യാറാക്കിയ കലാകാരിയാണ് ആയിഷ അഹമ്മദ് ഖുർത്തുബിയ എന്ന സ്പെയിനിലെ അറിയപ്പെട്ട ഒരു വനിതാരത്നം. ആലോചിക്കണം, ഇത് പറഞ്ഞാൽ നമുക്ക് തീരുകയില്ല പ്രിയമുള്ളവരെ. ഈ അർത്ഥത്തിൽ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യക്കാരായ നമുക്ക്, കേരളീയരായ നമുക്ക്, നമ്മുടെ ഇന്ത്യയും കേരളവും ഇത്തരത്തിലൊന്നും വനിതാരത്നങ്ങളെ പടച്ചുവിട്ടിട്ടില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട മക്കൾ തെറ്റിദ്ധരിച്ചു പോവരുത്. ആലോചിക്കണം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞാനൊരു ചരിത്രാധ്യാപിക കൂടിയാണ്. പഠിപ്പിക്കുന്ന സമയത്ത് വല്ലാതെ വേദന തോന്നുന്ന ഒന്നാണ് നമുക്ക്. അറിയേണ്ടതായ, ജനം അറിയേണ്ടതായ, ജനത്തെ അറിയിക്കേണ്ടതായ പല ചരിത്രങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് ചരിത്ര പുസ്തകങ്ങൾ, ചരിത്രത്താളുകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് ഈ യഥാർത്ഥ ചരിത്രമൊന്നും അറിയാതെ പോകുമല്ലോ പടച്ചവനെ എന്ന് പലപ്പോഴും വേദനയോടുകൂടി ഞാൻ ചിന്തിക്കാറുണ്ട്. ആലോചിക്കണം, അലി സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, നമ്മുടെ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ, അവരുടെ പ്രിയപ്പെട്ട ഉമ്മ ബി ഉമ്മ, നേരത്തെ പറഞ്ഞ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മാതൃക പിൻപറ്റിയ വ്യക്തിത്വമാണ്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അതുപോലെ തന്നെ ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അസീസൻ ബീഗം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സഹോദരി. ആലോചിക്കേണ്ടത്, ഇവർ സാധാരണ കുടുംബത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീയാണ്. ഇവരാരും ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ വഹിച്ചൊരു പങ്ക് നമ്മൾ ആലോചിക്കണം. 1857 വിപ്ലവങ്ങൾ പഠിച്ചില്ലേ? 1ാം സ്വാതന്ത്ര്യ സമരങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ സമരത്തിൽ പങ്കെടുത്ത നാനാ സാഹിബ് പേഷ്വയുടെ ആഹ്വാനം എങ്ങനെയായിരുന്നു നിങ്ങൾ കേൾക്കണം. ഹിന്ദു മതത്തെയും ഇസ്ലാം മതത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വിപ്ലവത്തിലേക്ക് ഇറങ്ങി വരൂ എന്ന ആഹ്വാനം കേട്ടപ്പോൾ ഇസ്ലാമിക വേഷത്തോടു കൂടി 1ാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് അവർ. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പൊരുതിയ മഹൽ വ്യക്തിത്വം. രാവും പകലും സൈനിക സേവനം നടത്തിയവർ, വനിതാ സൈനിക വിഭാഗത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. ആയുധ പ്രയോഗ രീതികൾ പഠിച്ച് മറ്റ് സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യയിലെ ഒരു മഹൽ വ്യക്തിത്വമാണ്. വെടിയുണ്ടകളും വെടിമരുന്നും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത സഹോദരി, മുറിവേറ്റവരെ ശുശ്രൂഷിച്ചൊരു സഹോദരി, യുദ്ധവാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവരിൽ ആവേശഭരിതരായിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ച സഹോദരി. സുബ്ഹാനല്ലാഹ്,
നമ്മളാരെങ്കിലും കേട്ടണോ 1887 വിപ്ലവം പഠിച്ചപ്പോൾ ഇങ്ങനെയൊരു മുസ്ലിം സഹോദരിയെ എന്തുകൊണ്ട് മറച്ചു വെച്ചു? സാധാരണക്കാരിയായ മുസ്ലിം വേഷം ധരിച്ച ഒരു സ്ത്രീയെ ചരിത്രത്തിൽ എടുത്തു കാണിക്കരുത്. അത് നമുക്ക് നഷ്ടമാണെന്ന് ബോധ്യമുള്ളവർ ചരിത്രത്തിൽ നിന്ന് അത് മറച്ചു വെക്കുമ്പോൾ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, മാളു ഹജ്ജുമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 921 നമ്മുടെ വിപ്ലവം നടന്ന സമയത്ത് അവർ 930കളിൽ കരുവാരക്കുണ്ടിലെ ഈ മാളു ഹജ്ജുമ്മയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കരുവാരക്കുണ്ടിലെ മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ്. 930 അവര് അവിടുത്തെ പള്ളിയിലെ പള്ളി കമ്മിറ്റി അംഗമായിരുന്നു. നമ്മളാരെങ്കിലും വിശ്വസിക്കോ പറഞ്ഞാൽ? ആ പള്ളി കമ്മിറ്റി അംഗമായതിൻ്റെ പേരിൽ ഇവർക്ക് വേണ്ടി അവിടുത്തെ മഹല്ല് പള്ളിയിൽ ഒരു പ്രത്യേക റൂമുണ്ടായിരുന്നു. സഹോദരിമാരുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് പറയാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും വേണ്ടി മാളു ഹജ്ജുമ്മ ആ പള്ളിയിലെ റൂമിലുണ്ടാവും. ആ മാളു ഹജ്ജുമ്മ കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ പിടികൂടാൻ വേണ്ടി നടന്ന സമയത്ത് നിലമ്പൂർ കാട്ടിൽ കുഞ്ഞഹമ്മദ് ഹാജി, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒളിച്ചിരുന്നപ്പോഴേ അരയിൽ ഒരു കത്തിയും തിരികി അദ്ദേഹത്തോടൊപ്പം ഒളിഞ്ഞിരുന്ന വാരിയൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രിയപത്നി മാളു ഹജ്ജുമ്മ അദ്ദേഹത്തിന് മരണശേഷം ഈ വാള് അരയിൽ തന്നെ കെട്ടിത്തൂക്കിയിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് അങ്ങാടിയുടെ തിണ്ണകളിൽ ഇരിക്കുന്ന ഓരോ പുരുഷനും അവരെ ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്നാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ചിത്രമാണ്. കുറേ പേരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നിപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. ഇന്ത്യ രാജ്യത്തും ലോകത്തുടനീളവും വഖഫ് വിജ്ഞാന മേഖലയിൽ പള്ളി നിർമ്മാണത്തിനു വേണ്ടി 100 ഏക്കറിലധികം സ്ഥലം മുസ്ലിം സഹോദരിമാർ നൽകിയിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഹാളുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ട് വഖഫ് സ്വത്ത് നൽകിയതിൽ പുരുഷന്മാരെ കവച്ചു കടക്കുന്ന സ്ത്രീകളെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ എവിടെയാണ് അവർ വിട്ടു നിന്നിട്ടുള്ളത്? വൈജ്ഞാനിക മേഖലയിൽ സ്വന്തം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നുണ്ട്. പേരെടുത്ത് പറയാൻ എല്ലാം കൂടി നമുക്ക് സമയമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നും നമ്മുടെ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലൊക്കെ അനീതിക്കെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെ നമുക്കറിയാം. നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ CAA NRC സമയത്ത് വിരൽ ചൂണ്ടിയത് നമ്മുടെ കേരളത്തിലെ മലയാളി മക്കളാണ്. അതിനെ തുടർന്നാണ് അത് ഇന്ത്യയിൽ ഒട്ടുക്കും വലിയ സമരമായി മാറിയത് എന്ന് നമുക്ക് മറക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ഏതൊരു പുരുഷനും സ്ത്രീയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. സുബ്ഹാനല്ലാഹ്, അവർക്ക് നാം ഏറ്റവും നല്ല ജീവിതം നാം നൽകും. ഇവിടത്തെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും നല്ല ജീവിതം നാം നൽകും. ഇനിയോ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഏറ്റവും ഉത്തമമായ പ്രവർത്തനത്തെ തുടർന്ന് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും അവർക്ക് നൽകും. അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അള്ളാഹു ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും എന്ന് പറയുന്ന മറ്റൊരു ഭാഗം നമുക്ക് കാണാം. ഒരാണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ ഒരു കർമ്മവും നാം പാഴാക്കി കളയുകയില്ല. അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്, ഹിജ്റ പോകുന്നവരാണ്, യുദ്ധം ചെയ്യുന്നവരാണ്. ആവശ്യമായി വന്നാൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലാണ്. പ്രിയമുള്ളവരെ, എല്ലാ സന്ദർഭത്തിലും ഒരുപോലെയല്ല. അത് ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹു നമ്മെക്കുറിച്ച് പറഞ്ഞതായിരിക്കണം ഇത്. ഈ ആയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഘട്ടം കഴിഞ്ഞ് ഞാൻ അവസാനത്തിൽ ഇത് വെച്ചുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَمِعُوا مَا أُنْزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنُهُمْ وَإِذَا سَمِعُوا مَا أُنْزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنُهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ
യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലതുണ്ടാവണം. റസൂലിന് ഇറക്കപ്പെട്ട സൂക്തങ്ങൾ കേൾക്കുമ്പോൾ സത്യം തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നിനക്ക് കാണാം. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകണം. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്ത് പഠിക്കുമ്പോഴും സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു പോകുന്നു, നാഥ ഞങ്ങളിനി സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തണമേ പടച്ചവനെ എന്ന്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ക്യാമ്പസുകളിൽ, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ പ്രദേശങ്ങളിൽ, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ, പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഇസ്ലാമിന്റെ ജീവിക്കുന്ന സാക്ഷികളാവാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധിക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കൂട്ടമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ പത്നി ആഡംബരത്തോടെ ജീവിച്ച അവർ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫയായതോടെ വളരെ ശുഷ്കമായൊരു ജീവിതത്തിലേക്ക് കടന്നു പോയപ്പോൾ മൗലാന മൗദൂദി സാഹിബിൻ്റെ പ്രിയ പത്നി അദ്ദേഹത്തിൻ്റെ കർമ്മപദങ്ങളിൽ എല്ലാ ആഡംബരങ്ങളെയും ഒഴിവാക്കി ഒരു ഗ്രാമപ്രദേശത്ത് താമസിച്ച സമയത്ത്, അദ്ദേഹത്തെ മൗദൂദി സാഹിബിനെ ജയിലിൽ അടച്ച സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴേ പറഞ്ഞൊരു വർത്തമാനം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ പത്നിയുടെ വാക്യത്തോട് കൂട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ഏതൊരു വിധിയിലും ഞാൻ ഏറെ സന്തുഷ്ടയാണ്. അതിലുപരി എൻ്റെ മക്കൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മൗദൂദി സാഹിബിനെ തൂക്കിലേറ്റാനുള്ള വിധി വന്ന സമയത്ത് ഏറെ നാളായി ജയിലിൽ കിടക്കുന്ന അവരുടെ പ്രിയതമനെ ഓർത്ത് ഇവർ വിഷമിച്ചിരിക്കുകയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് സമാധാനിപ്പിക്കാൻ വന്ന സമയത്ത് ഇത് പറയാൻ അവർക്ക് സാധിച്ചത് ഈമാനിൻ്റെ കരുത്തുകൊണ്ടാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാത പിന്തുടർന്ന് നിനക്ക് നിന്റെ ആഡംബര ജീവിതവുമായി പോവാം മോളെ, എനിക്ക് ഇനി അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ജീവിച്ചുവെങ്കിൽ എൻ്റെ സങ്കടത്തിലും ഞാൻ നിങ്ങളോടൊപ്പമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ അവരുടെ പ്രിയ പത്നിയെയും ഓർത്തുപോവുകയാണ്. ആരാണ് അവര്? നമുക്കറിയാം അല്ലേ? ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരേ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകനായെന്നോ. ഇതാണ് നമ്മുടെ ജീവിത മാതൃക. അള്ളാഹുവിൻ്റെ ദീനിനെ ഈ അർത്ഥത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ് വനത്മഉ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമി സ്വാലിഹീൻ. ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ സജ്ജനങ്ങളുടെ ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിലും അവനിൽ നിന്ന് വന്നു കിട്ടിയ വേദത്തിലും ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നതെന്തിന്? ഇതായിരിക്കട്ടെ നമ്മുടെ മനസ്സിലെ മന്ത്രം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇക്കാമത്തിന് ഉതകുന്ന വിധത്തിൽ പല ക്യാമ്പസുകളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ പണിയെടുക്കാനുള്ള കരുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.